Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി +1 ഫിസിക്സിലെ 7th പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്ററിന്റെ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. The energy that will be ideally radiated by a 100 kilowatt transmitter in 1 hour. എനർജി എത്രത്തോളമാണ് റേഡിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 കിലോവാട്ട് അവർ ട്രാൻസ്മിറ്റർ ഒരു മണിക്കൂർ നേരത്തേക്ക്. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 36 × 10⁻⁷ ജൂൾ ആണ്. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. സോ the amount of electrical energy transferred to an appliance depends on its power. അല്ലെ, ആ ഒരു ടൈമിനെയും അതിന്റെ പവർ ആ പവറിനെയും അതുപോലെ തന്നെ അതിന്റെ ആ എത്രത്തോളം ടൈം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എത്രത്തോളം ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ മെഷർ ചെയ്യുന്നത് കിലോവാട്ട് അവേഴ്സിലാണ്. അല്ലെ, 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോവാട്ട് അവർ ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫർ ദാറ്റ് ഈസ് E = P × T ആണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഇൻ കിലോവാട്ട് ആണ്. T എന്ന് പറയുന്നത് ടൈം ഇൻ അവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് P തന്നിട്ടുണ്ട്, പവർ ഇൻ കിലോവാട്ട് അവർ തന്നിട്ടുണ്ട്, ടൈം T 1 അവർ തന്നിട്ടുണ്ട്. അപ്പൊ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ E = P × T that is equal to 100 × 1 that is 100 കിലോവാട്ട് അവർ ആണ്. അപ്പൊ അതിനെ നമുക്ക് നമ്മുടെ ജൂൾ ആ ഒരു ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 കിലോവാട്ട് അവർ is equal to എത്രയാണ്? 3.6 × 10⁻⁶ ജൂൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 100 ആണ്. സോ 100 × 3.6 × 10⁻⁶ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 36 × 10⁻⁷ ജൂൾ ആണ് വരുന്നത്. അപ്പൊ ഇത്രയും എനർജിയാണ് ആ ഒരു 1 അവറിൽ 100 കിലോവാട്ട് അവർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബ്ലാക്ക് ബോഡി അറ്റ് 227°C റേഡിയേറ്റ്സ് ഹീറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 7 calorie/cm²/second. At a temperature of 727°C, the rate of heat radiated in the same units will be. അപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് എത്രത്തോളം എനർജിയാണ് അല്ലെങ്കിൽ ഹീറ്റ് ആണ് റേഡിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു ടെമ്പറേച്ചറിൽ 7 to 7 എത്രത്തോളം ഹീറ്റ് ആണ് റേഡിയേറ്റ് ആവണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 112. ഓക്കെ, 112 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം ഇക്വേഷൻ E = σ × T⁴ ആണ്. E എന്ന് പറഞ്ഞാൽ എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീഫാൻസ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അല്ലെ, അപ്പൊ നമുക്ക് ഹീറ്റ് റേഡിയേറ്റ് ചെയ്തിരിക്കുന്നത് 227 നമുക്ക് E1 തന്നിട്ടുണ്ട്. ആദ്യം ഇനിഷ്യൽ ടെമ്പറേച്ചർ നമുക്കറിയാം T1 എന്നുള്ളത്. അതിനെ നമ്മൾ എന്ത് കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്തു. ഫൈനൽ ടെമ്പറേച്ചർ നമുക്കറിയാം T2 എന്ന് പറയുന്നത് 727 ആണ്. അതിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. സ്റ്റെഫാൻസ് ബോൾട്ട്സ്മാൻ ലോ അനുസരിച്ച് E = σ T⁴ ആണ്. അപ്പൊ E1 = σ × T⁴ വരും. E2 എന്ന് പറയുന്നത് എന്താണ്? σ × T⁴ ആണ്. അപ്പൊ E2/E1 = T2/T1⁴ എന്ന് കൊടുത്തൂടെ? നമുക്ക് വേണ്ടത് എനർജി E1 ആണ്. അല്ലെ, E2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. E1 7 ആണ്, E2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് E2 = എത്ര കിട്ടുന്നത്? 7 × 2⁴ that is 112 calorie/cm²/second ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബ്ലാക്ക് സർഫേസ് അബ്സോർബ് ഡാഷ് ആസ് കമ്പയർഡ് ടു വൈറ്റ് സർഫേസ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻസ്. ഒരു ബ്ലാക്ക് സർഫേസ് ഒരു വൈറ്റ് സർഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്താ പറയുക അബ്സോർബ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മോർ ഹീറ്റ് ആണ്. ഒരു ബ്ലാക്ക് സർഫേസ് അബ്സോർബ്സ് മോർ ഹീറ്റ് ആസ് കമ്പയർഡ് ടു വൈറ്റ്. ഒരു വൈറ്റ് സർഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്ലാക്ക് കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കാരണം എന്താണ്? an idealized physical body that absorbs all incident electromagnetic radiations. അല്ലെ, അതിന്റെ ഫ്രീക്വൻസിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്നും നോക്കാതെ തന്നെ എല്ലാ ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന എല്ലാ റേഡിയേഷൻസും അബ്സോർബ് ചെയ്യും. ആ ഒരു ബോഡിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. കാരണം ഓൾ കളേഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്ത റേഡിയേഷൻസിനാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇത് നമ്മൾ ലൈറ്റിനിങ്, ഹീറ്റിംഗ്, സെക്യൂരിറ്റി, തെർമൽ ഇമേജിംഗ്, അതുപോലെ തന്നെ ടെസ്റ്റിംഗ്, ഇങ്ങനെ ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻസിലും ബ്ലാക്ക് ബോഡീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഹീറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആസ് ദ വേവ് ലെങ്ത് ഇൻക്രീസസ് ദ എനർജി എമിറ്റഡ് ഫ്രം ദ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വിൽ ഡാഷ് ഫസ്റ്റ് ആൻഡ് ദെൻ ഡാഷ്. അപ്പൊ വേവ് ലെങ്ത് ഇൻക്രീസ് ആകുമ്പോൾ ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ എനർജി എമിറ്റ് ചെയ്യുന്നത് ആദ്യം ഇൻക്രീസ് ആവുകയും ദെൻ ഡിക്രീസ് ആവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, എനർജി വേവ് ലെങ്ത് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ആദ്യം ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷനിലെ എനർജി എന്ന് പറയുന്നത് ആദ്യം ഇൻക്രീസ് ആവുകയും ദെൻ ഇറ്റ് ബിക്കംസ് ഡിക്രീസ്ഡ് ആണ്. ഓക്കെ,
നോക്കൂ, ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യം വേവ് ലെങ്ത് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ y ആക്സിസിൽ എടുത്തിരിക്കുന്നത് വേവ് ലെങ്ത് ആണ്. അപ്പൊ വേവ് ലെങ്ത് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ആദ്യം എനിക്ക് പെട്ടെന്ന് എനർജി എന്താകും, ഷൂട്ട് ചെയ്ത് മാക്സിമം എത്തും, then it decreases. ഇതാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. വേവ് ലെങ്ത് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് എനർജി എന്ന് പറയുന്നത് ആദ്യം ഇൻക്രീസ് ആവുകയും then decrease ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പോളിഷ്ഡ് മെറ്റൽ പ്ലേറ്റ് ഹാസ് എ rough and black spot. It is heated to 1400 Kelvin and brought immediately in a dark room. Which of the following is true? അപ്പോൾ ഒരു പോളിഷ്ഡ് മെറ്റൽ പ്ലേറ്റിൽ ഒരു റഫ് ആൻഡ് ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്. അതിനെ 1400 കെൽവിനിലേക്ക് നമ്മൾ ചൂടാക്കിയിട്ട് എന്ത് ചെയ്തിരിക്കുക, ഒരു ഡാർക്ക് റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായിരിക്കും താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആയിരിക്കുന്നത്? ഓക്കെ, ദ സ്പോട്ട് വിൽ അപ്പിയർ ബ്രൈറ്റർ ദാൻ പ്ലേറ്റ്. പ്ലേറ്റിനേക്കാൾ കൂടുതലായിട്ട് ബ്രൈറ്റർ ആയിട്ട് അപ്പിയർ ആയി കാണുന്നത് ഏതായിരിക്കും? സ്പോട്ട് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സ്പോട്ട് വിൽ അപ്പിയർ ഡാർക്കർ ദാൻ പ്ലേറ്റ്. സ്പോട്ട് വിൽ ആൻഡ് പ്ലേറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അതായത് ആ സ്പോട്ട് ആ ഒരു 1400 കെൽവിനിൽ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ ആ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്നത് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഡാർക്ക് റൂമിൽ വെക്കുമ്പോൾ ആ പ്ലേറ്റിനേക്കാൾ കൂടുതൽ ഡാർക്ക് ആയിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് സ്പോട്ട് കാണുന്നുണ്ടാവും. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ ബ്ലാക്ക് ബോഡി ഹാസ് മിനിമം വേവ് ലെങ്ത് lambda m is equal to 2000 Kelvin at 2000 Kelvin. ഇറ്റ്സ് കറസ്പോണ്ടിങ് വേവ് ലെങ്ത് അറ്റ് 3000 കെൽവിൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മാക്സിമം വേവ് ലെങ്ത് എന്ന് പറയുന്നത് λm 2000 കെൽവിനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ 3000 കെൽവിനിൽ എത്രത്തോളാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 2/3 λm ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ അനുസരിച്ച് അറിയാം. ഒരു തെർമൽ റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് അല്ലെ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് λm ന്റെ വാല്യൂ നമുക്ക് റെഡ്യൂസ് ആകണം അല്ലെ. സോ λm t is equal to constant, അല്ലെങ്കിൽ λm is equal to constant, അല്ലെങ്കിൽ b by t നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ b എന്ന് പറയുന്നതാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് λm1 t1 is equal to λm2 t2 എന്ന് കൊടുക്കാം. അപ്പൊ ഇതിൽ നിന്ന് λm കാൽക്കുലേറ്റ് ചെയ്യാണ്. കാരണം t1 ഉം T2 നമുക്കറിയാം, λ നമുക്കറിയില്ല അല്ലെ. അതായത് λm2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ λ is equal to 2/3 λm ആണ് വരുന്നത്. കാരണം നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി റേഡിയേറ്റ്സ് ഹീറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 4 calorie per meter square per second when its temperature is 227 degree. What is the heat radiated by the same body when its temperature is 727 degree Celsius? ഓപ്ഷൻ സി ആണ് ആൻസർ. 64 calorie per meter square per second. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്കറിയാം E is equal to sigma T to the power 4 ആണ്. J എന്ന് പറയുന്നത് എനർജി റേഡിയേറ്റഡ് ആണ് അല്ലെ. സോ ടെമ്പറേച്ചർ ഓഫ് ദ കെൽവിൻ ആണ് T എന്ന് പറയുന്നത്. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റെഫാൻസ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ നമുക്കറിയാം. അപ്പൊ നമുക്ക് T1 അറിയാം. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ അതിനെ ക്യാപിറ്റൽ T, അതായത് കെൽവിനിലേക്ക് മാറ്റി, T2നെ കെൽവിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനർജി E1 നമുക്ക് 4 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. E1/E2 is equal to T1 power 4 by T2 power 4 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണ്? 64 calorie ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സ്റ്റെഫാൻസ് ബോൾട്ട്സ്മാൻ ലോ, the emissive power is directly proportional to the 4th power of its absolute temperature. അത് ഏത് ബോഡിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദി ബ്ലാക്ക് ബോഡി. ഒരു ബ്ലാക്ക് ബോഡി ആണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന സ്റ്റെഫാൻസ് ബോൾട്ട്സ്മാൻ ലോ ഒക്കെ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Why the surface of a lake is frozen in severe winters but the water at its bottom is still at liquid state? അതായത് നമുക്ക് നല്ല തണുപ്പുള്ള സമയങ്ങളിൽ ലേക്കിന്റെ ആ ഒരു മോൾ ഭാഗം എന്ന് പറയുന്നത് ഒരു ഫ്രോസൺ ആയിട്ട് ഒരു ഐസ് പോലെ ആയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ബോട്ടം താഴ്ഭാഗത്തുള്ള വെള്ളം അപ്പോഴും ലിക്വിഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഐസ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഐസ് എന്ന് പറയുന്നത് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യില്ല, ഒരു ബാഡ് കണ്ടക്ടർ ആണ് അല്ലെ. അതായത് ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത് 4 degree Celsius ആണ്. അപ്പൊ നമുക്ക് 3 ആണ്, അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. അതേപോലെ തന്നെ ലേക്കിന്റെ സർഫേസിലും അതുപോലെ തന്നെ എയറിലും ഉണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാകും അല്ലെ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വെള്ളത്തിന്റെ ലേക്കിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് പെട്ടെന്ന് ഐസ് ആയിട്ട് മാറുകയും അതിനുശേഷം അതൊരു ലെയർ ആയിട്ട് ഒരു ഇൻസുലേറ്റർ ആയിട്ട് മാറുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് കാണിക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് ആ താഴെ ബോട്ടം പോർഷൻ അപ്പോഴും ലിക്വിഡ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. കാരണം ടെമ്പറേച്ചർ നമുക്ക് ഉള്ളിലേക്ക് പോകുന്നില്ല അല്ലെ, പുറത്തേക്കും ഇല്ല ഉള്ളിലേക്കും വരുന്നില്ല. അതുകൊണ്ട് മുകൾ ഭാഗം മാത്രം ഒരു ഇൻസുലേറ്റർ ആയിട്ട്, ആ ഒരു ഐസ് പാളികൾ ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ബോട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വാട്ടർ ആയിട്ട് തന്നെ നമുക്ക് ഇതാകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി കൂൾസ് ഫ്രം
70 degrees Celsius to 40 degrees 70 to 40 degree in 5 minutes. Calculate the time it takes to cool from 50 degree Celsius to 20 degree. The temperature of the surrounding is 10 degree Celsius. Okay. അപ്പോൾ ഒരു ബോഡി നമ്മൾ 70 to 40 ഡിഗ്രിക്ക് 5 മിനിറ്റ് ചെയ്തു കൂൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രിയിൽ നിന്ന് 20 ഡിഗ്രിയിലേക്ക് സറൗണ്ടിങ് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസിൽ എത്രത്തോളം ടൈം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 9 മിനിറ്റ് ആണ് നമുക്ക് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അനുസരിച്ച് നമുക്ക് എങ്ങനെ പറയാം? dt by dt is equal to k into Ti plus Tf by 2 minus T0. Ti എന്ന് പറയുന്നത് ഇനിഷ്യൽ ടെമ്പറേച്ചർ, Tf എന്ന് പറയുന്നത് ഫൈനൽ ടെമ്പറേച്ചർ, T എന്ന് പറയുന്നത് നോർമൽ ടൈം ആണ്. നമുക്ക് T0 is the surrounding temperature ആണ്. അപ്പോൾ Ti minus Tf by T is equal to k into Ti plus Tf by 2 minus T0 ആണ് വരുന്നത്. അപ്പോൾ Ti നമുക്ക് 70 അറിയാം, Tf എന്ന് പറയുന്നത് 40 അറിയാം, ടൈം 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് k യുടെ വാല്യൂ 6/45 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലോ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് 50 ആണ് സെക്കൻഡ്, Ti എന്ന് പറയുന്നത്, Tf എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇതിൽ ഞാൻ k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, k യുടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് ടൈം ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് എത്ര വരും? 9 മിനിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.